പാൽ, ആവശ്യത്തിന് പഞ്ചസാര, ഏലക്ക ചതച്ചത്, 1/4 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കുഴക്കട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പാലിൽ നമ്മൾ പിന്നെയും ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. സാധാ കുഴക്കട്ടയുടെ ആ പാകത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഇതുപോലെ ചെറിയ ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കുക. ചെറുതായിരിക്കുമ്പോഴാണ് കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ടാകുക. ഇനി നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ചേർക്കുക. അതിലേക്ക് ഈ കൊഴുക്കട്ട ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇത് അടച്ചു വേവിക്കാം. കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ